അതേസമയം ഞാൻ കുറെ കാലം സേവനരംഗത്തുണ്ടായിരുന്നു. ഇനി എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ മാലിക് ഇബ്നു ദീനാർ ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മാലിക് ഇബ്നു ദീനാറിനെ കണ്ടപ്പോൾ ഒരു ചെറിയ കുട്ടി മാലിക് ഇബ്നു ദീനാറിനെ കാണുകയാണ്. ഈ കേരളത്തിൽ വന്ന മഹാനാണ് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്. അവർ കാസർകോട്ട് തളങ്കരയിലാണ്. അർഹമുർറാഹിമീനായ റബ്ബ് അദ്ദേഹം അടക്കമുള്ള മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഖൽബിൽ ഈമാനേറ്റി തരട്ടെ. ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കാണുന്നു. ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ മാലിക് ഇബ്നു ദീനാർ ചിന്തിച്ചു, സലാം പറയണോ വേണ്ടേ എന്ന് ചിന്തിച്ചു. ഞാൻ കുട്ടിക്ക് സലാം പറയണോ വേണ്ടേ എന്ന് ചിന്തിച്ചു. സലാം പറയണോ? കുട്ടികളല്ലേ, ചെറിയ കുട്ടികളോട് സലാം പറഞ്ഞ ചിലപ്പോൾ മടക്കൂല. അതുകൊണ്ട് ഞാൻ സലാം പറയുന്നില്ല എന്ന് വിചാരിച്ചു. പെട്ടെന്ന് മാലിക്കിന് ഞാൻ ഓർമ്മയിൽ വന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അലൽ കിബാരി വസ്സിഗാർ. മുഹമ്മദ് നബി വലിയവർക്കും ചെറിയവർക്കും ഒക്കെ സലാം പറയാറുണ്ടായിരുന്നു. ഞാൻ ആ റസൂലുള്ളാഹിന്റെ അനുയായിയാണ്, ആ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാണ്. അതുകൊണ്ട് ഞാൻ സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും. ആ കുട്ടികൾക്ക് മാലിക് ഇബ്നു ദീനാർ സലാം പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ ചെറിയ കുട്ടി സലാം മടക്കുകയാണ്. ഏതോ നാട്ടിലാണ്, മാലിക് ഇബ്നു ദീനാറിന്റെ നാട്ടിലല്ല, ഏതോ നാട്ടിലാണ്. ഒരു പരിചയവുമില്ലാത്ത കുട്ടികളാണ്. ആ കുട്ടിക്ക് സലാം പറഞ്ഞപ്പോൾ കുട്ടി സലാം മടക്കുന്നു. വഅലൈക്കുമുസ്സലാം യാ മാലിക് ഇബ്നു ദീനാർ. വഅലൈക്കുമുസ്സലാം യാ മാലിക് ഇബ്നു ദീനാർ. ഈ ഉസ്താദിന്റെ പേര് കൂട്ടിയിട്ടാണ് സലാം പറയുന്നത്. അങ്ങോട്ട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം കുട്ടിന്റെ പേര് മാലിക് ഇബ്നു ദീനാർ അറിയില്ല. കുട്ടി ഇങ്ങോട്ടും സലാം മടക്കുമ്പോ വഅലൈക്കുമുസ്സലാം യാ മാലിക് ഇബ്നു ദീനാർ. ഓ ഉസ്താദേ, ഉസ്താദിന്റെ പേര് വിളിച്ചിട്ടാണ് സലാം മടക്കുന്നത്. മാലിക് ഇബ്നു ദീനാർ അതാ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചവനെ, എങ്ങനെയാണ് എന്റെ ഈ പേര് കുട്ടിക്ക് മനസ്സിലായത്? ചോദിച്ചു, മോനെ എങ്ങനെ എന്റെ പേര് എനിക്ക് മനസ്സിലായി? ആ കുട്ടി അതിന് മറുപടി പറയുന്നു, മാലിക് ഇബ്നു ദീനാർ ആകുന്ന നിങ്ങൾ വലിയ മഹാനാണ്, ഒക്കെ ശരിയാണെങ്കിലും ഞാനൊരു മൈനറാണെങ്കിലും ആലമുൽ അർവാ എന്ന് പറയുന്ന റൂഹുകളുടെ ലോകത്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സമയം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. രാജസയ്യിദായ റബ്ബ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ആത്മാക്കൾ മുഴുവനും പടച്ച് ആത്മാക്കൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവരോട് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ ബലാ. ആ സമയത്ത് ആത്മാക്കൾ മറുപടി പറഞ്ഞു, അതേ. ആ പറഞ്ഞ ആ വലിയ അണുക്കളുടെ ലോകത്ത്, ആത്മാക്കളുടെ ലോകത്ത് മാലിക് ഇബ്നു ദീനാർ എന്നവരെ ഞാനവിടെ ഉണ്ടായിരുന്നു, നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആര് കണ്ടോ അവരിവിടെ പരിചയപ്പെടും. അവിടെ ആരാണ് ലോക്യപ്പെട്ടത് അവരിവിടെ ലോക്യപ്പെടും എന്നല്ലേ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. അവിടെ വെച്ച് ഞാനും നിങ്ങളും തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു പോയി. നിങ്ങൾ ഏതോ നാട്ടിലൂടെ നടന്നു വരുമ്പോ നിങ്ങളേക്ക് സലാം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങൾ ഓർമ്മയിൽ വന്നതാണ്. ഞാനിങ്ങനെ സലാം മടക്കിയതാ. മാലിക് ഇബ്നു ദീനാർ ആ സമയത്ത് ആലോചിച്ചു, ഇത് വലിയ അത്ഭുതമാണല്ലോ ഈ കുട്ടിയുടെ കാര്യം. കാരണം എന്റെ പേരെങ്ങനെ ഈ കുട്ടിക്ക് മനസ്സിലായി? മാത്രമല്ല ആലമുൽ അർവാഹിന്റെ കഥയൊക്കെ കുട്ടി പറയുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിന്റെ കഴിവ് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്നാലോചിച്ച് ചോദിച്ചപ്പോൾ ആ മാലിക് ഇബ്നു ദീനാർ ചോദിക്കുന്നു, മോനെ മൽ ഫർഖു ബൈനൽ അഖ്ലി വൻ നഫ്സി. അഖ്ലും നഫ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയോ? മനുഷ്യന്റെ ബുദ്ധി എന്ന സാധനവും അവന്റെ നഫ്സ് എന്ന സാധനവും അത് രണ്ടാണോ അല്ല ഒന്നാണോ? ആ സമയത്ത് മാലിക് ഇബ്നു ദീനാറിനോട് ചെറിയ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു, ചെറിയ കുട്ടികളെ കാണുമ്പോൾ സലാം പറയണോ വേണ്ടേ എന്ന് മനസ്സിൽ ഇങ്ങനെ സംശയം തോന്നാറുണ്ട് ചില ആളുകൾക്ക്. അത് നഫ്സിന്റെ സ്വഭാവമാണ്. കുറെ കഴിയുമ്പോൾ റസൂലുള്ളാഹിന്റെ
സമയത്ത് ഒന്നുകൂടി അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ കുട്ടിയെ കണ്ട സമയം സലാം പറയണോ വേണ്ടേ എന്ന് ആദ്യം ഞാൻ ശങ്കിച്ചു നിന്നു. പിന്നെ ഞാൻ സലാം പറഞ്ഞു. ഇതെല്ലാം ഈ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാകുന്നു? സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ അവര് വലിയ ഭാഗ്യമുള്ളവരാണ്. ആ കുട്ടികളെ കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുള്ളതാണ്. മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, ആ മക്കളുടെ ബുദ്ധിയും ആ മക്കളെ കഴിവും ആ മക്കളെ ദുഴയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടവരാണ്. നമ്മളെ വീട്ടിലെ ചെറിയ മക്കൾ, ആ മക്കളെ കൈയെടുക്കെടുക്ക് ഇങ്ങനെ നമ്മൾ പിടിച്ചാൽ എല്ലാ പുറത്തും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ധാരാളം തെറ്റ് പഠിച്ചവനെ ഞാൻ ചെയ്തു പോയി, ഒരുപാട് ഹറാം ഞാൻ ചെയ്തു പോയി, ഒരുപാട് വേണ്ടാത്തത് ഞാൻ ചെയ്തു പോയി. അതിൽ നിന്ന് മാറാനുള്ള മാർഗം എന്താണ്? വലിയ വലിയ ശൈഖന്മാരെയും വലിയ വലിയ ആലിമീങ്ങളെയും തെരഞ്ഞു നടക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ട് പോകും? എവിടെയുണ്ട്? വലിയ ആളുകൾ എവിടെയുമില്ല. പലരും മരിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല മഹാന്മാരെ അല്ലാഹു നമ്മുടെ സമുദായത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന നല്ല വ്യക്തികളുമായി അല്ലാഹു നമ്മളെ അടുപ്പിച്ചു തരട്ടെ. അങ്ങനെ ആരെയും നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ നീ എന്തു ചെയ്യണം? എന്റെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞിന് സലാം പറഞ്ഞ് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചോ, ആ കുഞ്ഞിന്റെ കൈയും പിടിച്ചോ. ആ കുഞ്ഞ് ബർക്കത്തുള്ള കൈയാണ്. ആ കുഞ്ഞ് നിഷ്കളങ്കനായ കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവരുടെ ദുആഇന്റെ മജ്‌ലിസിൽ നീ പങ്കെടുത്തോ. ഞാൻ പറയുന്നത്, മരണത്തിന്റെ സമയം വരെ ഓരോ വ്യക്തിയും അവനവന്റെ ബാധ്യതകൾ, അവൻ പണക്കാരായാൽ ആ സമ്പത്ത് ചെലവഴിക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ്. സമയം വിനിയോഗിക്കൽ അവന്റെ ബാധ്യതയാണ്. ഇനി ഞാൻ പറയട്ടെ, സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾ, അവർക്കൊരു വിചാരമുണ്ട്. സമുദായത്തിലെ പാവപ്പെട്ട ആളുകളെ അല്ലാഹു തആല വലിയ പരീക്ഷണം നടത്തുന്നതാണ്. വലിയ പരീക്ഷണം നടത്തുന്നു. കഴിഞ്ഞ ഒരു 3 ആഴ്ച പൂനൂര് ഭാഗത്ത് കാറ്റ്, ആ കാറ്റും മഴയും വന്ന് കുറെ വീടിന്റെ മുകളിൽ തെങ്ങ് വീണു. എന്നോടൊരാൾ പറഞ്ഞു, വീട് ഇല്ലാഞ്ഞാൽ ആരോടെല്ലാം പണം കടം വാങ്ങി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സഹായം ഉപയോഗപ്പെടുത്തി വീടെല്ലാം വെച്ചു. ആ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് വീണു. അതിന്റെ പുറത്ത് വലിയ മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ തെങ്ങ് ആ വീട്ടുമൽക്ക് തെങ്ങ് വീണില്ല. അത് തെങ്ങ് വീണാലും പ്രശ്നമല്ല. തെങ്ങൊന്ന് വീട് കിട്ടിയാൽ ആ വീട് മാറ്റാതെ നിൽക്കുകയാണ് മുതലാളി. ആ തെങ്ങ് അതിന് വീഴുന്നേല്ല. അതിന്റെ ഇപ്പുറത്ത് എങ്ങനെയോ ഒപ്പിച്ച് കടം വാങ്ങി ലോൺ എടുത്തുണ്ടാക്കിയ വീട്ടിന്മേൽ തെങ്ങ് വീഴുകയാണ്. അപ്പൊ പാവപ്പെട്ടവരുടെ സംശയം വരും. ഇത്രയും കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് എനിക്ക് കുറെ ഇളവുകൾ ഒരു പക്ഷേ കിട്ടുകയില്ലേ എന്ന് അവന്റെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. അവിടെയും നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പണം തരാതിരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നീ മനസ്സിലാക്കണം, എന്നോട് എന്റെ റബ്ബിന് സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്ക് തരാത്തത്. കാരണം മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല പണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സമ്പത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ നബി വഫാത്തായ സമയത്ത് ആ നബിയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബിയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിന്തിച്ചു, ബാപ്പ മരണപ്പെട്ടു പോയി. ആ മരിച്ച സമയത്ത് ബാപ്പയ്ക്ക് അല്പം സ്വത്തുണ്ട് എന്നാണ് എന്റെ അറിവ്. ആ സ്വത്ത് എനിക്ക് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നബിയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്കാണ് പോകുന്നത്. സിദ്ദീഖ് എന്നവരോട് ചോദിക്കുന്നു, ഒന്നാം ഖലീഫയോട് ചോദിക്കുന്നു, എന്റെ ബാപ്പ മരിച്ചുപോയല്ലോ, ആ ബാപ്പന്റെ സമ്പത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം എനിക്കുണ്ടാകുമല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നത്, ഫാത്തിമ, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ നഹ്നു മഅശിറൽ അംബിയാഇ ലാ നൂരിസു വലാ നുറസു മാ തറക്നാഹു സദഖ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈമാനുള്ള മനുഷ്യനോട് പറയുന്ന 2 സദസ്സുകൾ, ഏറ്റവും മഹത്വമുള്ള 2 സദസ്സുകളാണ്. ഒന്ന്, മാ ബൈന
മിംബരി വഖബ്രി റൗളത്തും മിൻ റിയാദിൽ ജന്നah. ഞാൻ ഖുതുബ നിർവഹിക്കുന്ന മിമ്പറിന്റെയും ഞാൻ മരണപ്പെട്ടാൽ മറവ് ചെയ്യപ്പെടാൻ പോകുന്ന ഖബർ ശരീഫിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് റൗളയാണ്. അവിടെ ഇരുന്നാൽ സ്വർഗമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ അവിടെ പോകണമെങ്കിൽ കുറെ പൈസ ചെലവാണ്. അത്രയൊന്നും ചെലവില്ലാതെ ഈ ഭൗതിക ലോകത്ത് സ്വർഗം കിട്ടാനുള്ള മറ്റൊരു സദസ്സാണ് വിജ്ഞാനത്തിന്റെ സദസ്സ്. അതുകൊണ്ട് ആ നിയ്യത്തോടുകൂടി ഒരല്പസമയം കൂടി നമുക്ക് ഇരുന്ന് ശ്രദ്ധിക്കാം. ഒരു മനുഷ്യൻ അവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ സമ്പത്ത് ഉണ്ട് എങ്കിൽ അവന് ബാധ്യത കൂടുകയാണ്. സമ്പത്തുണ്ടാകുമ്പോൾ ബാധ്യത കൂടുകയാണ്. ആ ബാധ്യത അവൻ നിർവഹിച്ചാൽ അവന്റെ സമ്പത്തിന് അല്ലാഹുതആല ബർക്കത്ത് ചെയ്യുകയും അവൻ കാരണമായി ലോകത്ത് ധാരാളം ആളുകൾക്ക് വെളിച്ചങ്ങളും വിജയങ്ങളും പ്രദാനം നൽകുകയും ചെയ്യുന്നു. സമുദായത്തിന് ഉത്തമത്തിന്റെ ഉപകാരം ലഭിക്കുന്നു. അവന്റെ സന്താന പരമ്പരകളിലൂടെ ലോകത്ത് നേട്ടങ്ങൾ ലഭിക്കുന്നു. രണ്ടാമത്, ഒരു സാമ്പത്തികമായി ശേഷിയില്ലാത്തൊരു വ്യക്തി ദരിദ്രൻ, ആ ദരിദ്രനായ വ്യക്തിക്കും അവനെ ഏൽപ്പിച്ച കുറെ ചുമതലകൾ ഉണ്ട്. അതൊന്നും സാമ്പത്തികമായി കഴിവില്ല എന്നതിന്റെ പേരിൽ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാവരെയും അല്ലാഹു തആല കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. എല്ലാവരെയും കോടതിയിൽ ഹാജരാക്കും. എല്ലാവരെയും ഹാജരാക്കും. കൊമ്പുള്ള മൃഗത്തെയും കൊമ്പില്ലാത്ത മൃഗത്തെയും ഹാജരാക്കും. ഭൗതിക ലോകത്തും കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ വേദനിപ്പിക്കുന്ന രംഗം പുന്നാര പ്രവാചകൻ സ്വഹാബത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ആ തോട്ടത്തിലേക്ക് നോക്കൂ. കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ വേദനിപ്പിക്കുന്നത് കാണുന്നില്ലേ? ഇത് ദുനിയാവിലെ ഹോബിയാണ്. എന്നാൽ നാളെ മഹ്ശറാ ലോകത്ത് ചെല്ലുന്ന സമയം ഈ കൊമ്പുള്ള മൃഗത്തെയും ആ കൊമ്പില്ലാത്ത മൃഗത്തെയും അവിടെ ഹാജരാക്കുന്നതാണ്. എന്നിട്ട് അതിന് പകരം അവിടെ വെച്ച് ചെയ്തതിന് ശേഷം ആ രണ്ട് മൃഗങ്ങളെയും അല്ലാഹു നന്നാക്കുന്നതാണ്. അങ്ങനെ പകരം ചോദിക്കുന്ന, പകരം ചെയ്യുന്ന ലോകം വരാൻ പോകുന്നുണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ആ ലോകത്ത് എത്തുന്ന സമയത്ത് എല്ലാവരും ആ കോടതിയിൽ ഹാജരാകുമ്പോൾ സമ്പന്നർ ഉണ്ട്, ദരിദ്രർ ഉണ്ട്, രോഗികൾ ഉണ്ട്, തിരക്കുള്ള ആളുകൾ എല്ലാം ഉണ്ടാവുക. സമ്പന്നരായ ആളുകൾ നൽകുന്ന മറുപടി എന്താണ്? ഞാൻ കൂടുതൽ ആരാധന ചെയ്യാത്തത് എന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ജോലി തിരക്കുകൊണ്ടാണ് എനിക്ക് ഇബാദത്ത് കുറഞ്ഞു പോയത് എന്ന് അയാൾ അവിടെ വെച്ച് പറയുമ്പോൾ കഴിവില്ലാത്ത മനുഷ്യനോട് എന്താണോ നിസ്കരിക്കാത്തത്, നോമ്പ് നോൽക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നീ എന്നെ ദരിദ്രനാക്കിയത് കൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെയായി പോയി. എന്റെ ഫർളും സുന്നത്തും നഷ്ടപ്പെടാൻ കാരണം ഞാനൊരു ദരിദ്രനായിരുന്നു എന്നവൻ പറയും. വേറൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന്റെ നൽകുന്ന മറുപടി എന്താണ്? ഞാൻ നിസ്കാരത്തെ നഷ്ടപ്പെട്ടു പോയ ആളാവാനുള്ള കാരണം എനിക്ക് രോഗമായിരുന്നു. ആ രോഗം കാരണമായി പല വിവാദത്തും എനിക്ക് മുടങ്ങിപ്പോയതാണ് എന്നവൻ പറയും. അങ്ങനെ ഓരോരുത്തരും ഒഴികഴിവുകൾ പറയുന്ന, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന സന്ദർഭം അല്ലാഹു തആല അവന്റെ മഹാന്മാരായ അമ്പിയാക്കൾ അവിടെ ഹാജരാക്കും. ഉമ്മമാരെ, നബിമാരെ ഹാജരാക്കും. ഈ ഭൗതിക ലോകത്ത് എല്ലാ സുഖങ്ങളും കിട്ടും എന്ന ഒരാശ നമ്മൾ ആരുടെയും കൽവിൽ വേണ്ട. എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനെ ഭൂമിയിൽ കാണുകയില്ല. പ്രത്യേകിച്ച് അവൻ മുഅ്മിനാണെങ്കിൽ അവന് ഉണ്ടായേ തീരൂ. ഒരു രോഗവും ഒരാൾക്കില്ല എങ്കിൽ അവനാണ് ഭയപ്പെടേണ്ടത്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്,
നിങ്ങൾക്കാർക്കെങ്കിലും നരകാവകാശിയായ ഒരു വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വരുന്ന ആൾ നരകക്കാരനാണ്, അയാൾ നരകത്തിന്റെ ആളാണ്. റസൂൽ പറയാണ്. എന്താണ് അയാൾ നരകത്തിലാണെന്ന് പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം രോഗങ്ങളെ പറ്റി നബി പ്രസംഗിക്കാറുണ്ട്. എല്ലാ വിവരങ്ങളുമുള്ള നബിയാണ്. ആ നബിക്ക് അറിയാത്തൊരു വിവരവുമില്ല. ഖബറിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തികൾ ആ ഖബറിന്റെ ഉള്ളിൽ അദാബ് ചെയ്യപ്പെടുന്ന രംഗം അല്ലാഹു നബിക്ക് കാണിച്ചു കൊടുക്കും. മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന നബിയാണ്. സ്വർഗവും നരകവും കണ്ട നബിയാണ്. ആ നരകത്തിൽ വെച്ച് ഗീബത്ത് പറയുന്നവരിൽ അവരെ അനുഭവിക്കുന്ന അദാബ് കണ്ട നബിയാണ്. ഹറാമായ അമലുകൾ ചെയ്യുന്ന ഹറാമ് ചെയ്യുന്ന മനുഷ്യനെ ആ നരകത്തിൽ ശിക്ഷിക്കുന്ന രംഗം കണ്ട നബിയാണ്. നിസ്കരിക്കുന്ന സമയത്ത് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ ഒരു കാല് മുന്നോട്ട് വെക്കുകയാണ്. കാല് മുന്നോട്ട് വെച്ചപ്പോൾ ഒരു കാല് മുന്നോട്ട് വെച്ച് കൈ ഇങ്ങനെ പൊക്കാലിറങ്ങിയപ്പോൾ പെട്ടെന്ന് അതാ നബി അതാ കാല് മുന്നോട്ട് വെക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ എന്താണ് നിങ്ങൾ കാല് മുന്നോട്ട് വെച്ചതും കാല് പുറകോട്ട് വലിച്ചതും? അവിടുന്ന് പറയുന്നു, ഉരീതു ഫീ മഖാമി ഹാദാ അൽ ജന്നത വഹിമാറഹാ. ഇന്ന് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിലുള്ള പഴങ്ങളും കാണിക്കപ്പെട്ടു. ആ സ്വർഗത്തിലുള്ള കായ്കനികൾ മുന്തിരി ആപ്പിളുകളെ കണ്ടപ്പോ അത് പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്റെ കാല് കൊണ്ട് ഒരൽപ്പം മുന്നോട്ട് വെച്ചതാണ്. സഹാബിമാരെ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കനോട് പറയുന്നു, മുഹമ്മദ് നബിയെ, ഈ സ്വർഗത്തിലുള്ള പഴം അത് ദുനിയാവിൽ തിന്നാനുള്ളതല്ല, അത് മരണാനന്തരമേ നിങ്ങൾക്ക് തിന്നാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ കാല് പിന്നോട്ട് വെച്ചതാണ്. മറഞ്ഞ കാര്യങ്ങൾ ഞാൻ നബി അറിയുന്നു. തന്റെ സ്വഹാബത്തിൽ നിന്ന് ആരാണ് സ്വർഗക്കാരെന്നും ആരാണ് നരകക്കാരെന്നും അല്ലാഹു തആല നബിക്ക് അറിയിച്ചു കൊടുത്തിരിക്കുന്നു. ആ ഒരു നാൾ നരകത്തിലാണെന്ന് നബി പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം? അവിടുന്ന് പറയുന്നു, ആ വന്ന മനുഷ്യൻ എന്നോട് ചോദ്യം ചോദിച്ചു, എനിക്ക് ദുനിയാവിൽ ഒരു രോഗവും ഇതുവരെ ഉണ്ടായിട്ടില്ല. രോഗം എന്താണ് എന്നോട് അയാൾ ചോദിച്ചു. ഈ ഭൗതിക ലോകത്തൊരു മുഅ്മിനായ മനുഷ്യൻ ഒരു രോഗവും വരുന്നില്ല എങ്കിൽ അവൻ പേടിച്ചു കൊള്ളണം. കാരണം രോഗങ്ങൾ ഉണ്ടായാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ ആ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു പൊറുക്കുന്നതാണ്. രോഗങ്ങൾ പോക്കാനുള്ള മാർഗമാണ് രോഗങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗം ഒരാൾക്കുണ്ടായി എന്ന കാരണത്തിന്റെ പേരിൽ അവൻ ഇബാദത്തിൽ നിന്ന് പുറകോട്ട് മാറാൻ പാടില്ല, നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, ചുമതലകളിൽ നിന്ന് മാറാൻ പാടില്ല, പള്ളിയിൽ വരാതിരിക്കാൻ പറ്റൂല, പള്ളിയിൽ വരണം. തീരെ പള്ളിയിൽ വരാൻ കഴിയില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നല്ലൊരു സ്വാലിഹായ മനുഷ്യനോട്, ഒരു തങ്ങളോട്, റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട നിസ്കാര വിഭാഗത്തുള്ള നല്ലൊരു തങ്ങളോട് നീ ഒന്ന് ചെന്ന് പറ. അല്ലെങ്കിൽ ഹബീബായ നബിയുടെ ആ നബിന്റെ അനന്തരാവകാശികളായ നല്ല ആലിമീങ്ങളുണ്ടല്ലോ, വ്യാജ തരീഖത്തിന്റെ കൂടെ നടക്കുന്നവരല്ലാത്ത നല്ല നല്ല ആലിമീങ്ങൾ ധാരാളമുണ്ടല്ലോ, ആ ആലിമിനോട് നീ ഒന്ന് പറയണം. എന്തു പറയണം? ഞാൻ രോഗിയാണ്, രോഗമില്ല എങ്കിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, രോഗമായതുകൊണ്ട് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് വരണം. അങ്ങനെ സ്വാലിഹീങ്ങളെ വീട്ടിലേക്ക് വിളിക്കൽ വളരെ നല്ല കാര്യമാണ്, പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബിയുടെ കാലം അതാ ഒരു മലയിൽ താമസിക്കുന്ന, ഇവിടെ വീരിമ്പുറത്ത് മലകളുണ്ടല്ലോ, ആ മലയിൽ നിന്ന് പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവർ രോഗമാകുന്ന സമയം ആ മലയിലേക്ക് നല്ലൊരു ഗുരുവിനെ വിളിച്ചോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിളിക്കുന്നത്. റസൂലുള്ള പോയി ചെന്ന സമയം ആ സ്വഹാബി അതാ നബിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ ഒരാളെയും കൊണ്ടുപോവുകയാണ്. ഒരാൾ വിളിച്ചാൽ രണ്ടാൾ പോകാൻ പാടുണ്ടോ? പോകാവുന്നതാണ്. പക്ഷേ വീട്ടിൽ കടക്കുന്നതിന് മുൻപ് ആ രണ്ടാമൻ അങ്ങോട്ട് സമ്മതം ചോദിച്ചേ കടക്കാൻ പാടുള്ളൂ. ഒന്നാമത് സമ്മതം നേരത്തെ കിട്ടിയത് കൊണ്ട് അവൻ അങ്ങോട്ട് കടക്കാം.
രണ്ടാമൻ മുറ്റത്തുനിന്ന് കൊലായിക്ക് കയറണമെങ്കിൽ സമ്മതം വേണം. ഇസ്ലാമിന്റെ നിയമമാണ്, ചിട്ടയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ നബിയോടൊപ്പം സിദ്ദീഖുൽ അക്ബർ എന്ന സ്വഹാബിയും കൂടെയുണ്ട്. മെല്ലെ അവിടെ എത്തിയപ്പോൾ നബി ചോദിക്കുന്നു, സ്വഹാബി എന്റെ കൂടെ ഒരാളുണ്ട്. ആ സ്വഹാബി അതാ ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തൊരു സന്തോഷം! ആ നബിയുടെ ഏറ്റവും അടുത്ത സ്വഹാബിയായ അബൂബക്കറിനെ കൂടി കിട്ടിയപ്പോൾ സ്വഹാബിക്ക് വലിയ സന്തോഷമായി. രണ്ടാളും അതാ അകത്തേക്ക് കയറുന്നു. കയറിയ ഉടനെ തന്നെ സ്വഹാബി എന്താ ചെയ്യുന്നത്? ഒരു പായ കൊണ്ടുവരുന്നു. ആ പായ കുറച്ച് കറുത്തിട്ടുണ്ടായിരുന്നു, ഉപയോഗിക്കാനിട്ട്. ആ പായ അതാ നിവർത്തി അല്പം വെള്ളം കൊടുഞ്ഞ് ആ പായ നേർക്ക് നേരെ ലെവലാക്കി വെച്ച് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എത്രയോ കാലം പള്ളിയിൽ പോയ ആളാണ്, ഇന്ന് ഈ സാധുവിന് കണ്ണ് കാണുന്നില്ല. നിങ്ങളെ ജമാഅത്തിൽ വരാനൊക്കെ വലിയ ആശയമുണ്ട്, നടക്കാൻ കഴിയുന്നില്ല, കൊണ്ടുപോകാൻ ആളുമില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് നിസ്കരിക്കണമെന്ന് വലിയ ആശയമുണ്ട്. നിങ്ങളൊരു മുസല്ലയിൽ നിസ്കരിച്ച് ബർക്കത്താക്കി തന്നാൽ എനിക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ പായയിൽ നിസ്കരിക്കുന്നു. നബി നിസ്കരിക്കുമ്പോൾ ആ സ്വഹാബി അതാ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. ആ സ്വഹാബിന്റെ ഭാര്യയും മക്കളും അതിൽ പങ്കെടുത്തു. ആ വീട്ടുകാരെ മുഴുവനും ചേർന്ന് ആ പായയിൽ അതാ നിസ്കരിച്ചു. ആ സ്വഹാബി അത് സൂക്ഷിച്ചു വെക്കുകയാണ്. മക്കത്തും മദീനത്തും പോകുന്നവർ ഒരു മുസല്ല കൊണ്ടുവന്നാൽ വലിയ ഉപകാരമാണ്. ആ കൊണ്ടുവരുന്ന മുസല്ല വീട്ടിലെ വയസ്സായ വാപ്പക്കൊരു മുസല്ല, വീട്ടിലെ ഉമ്മക്കൊരു മുസല്ല, അടുത്ത വീട്ടിലുണ്ട് മക്കളൊന്നും ഗൾഫിൽ പോകാത്ത ഒരു തന്ത, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഉമ്മാനുണ്ട്, ആ ഉമ്മാക്ക് വേറൊരു മുസല്ല. സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഗൾഫുകാരെ, അതെല്ലാം നിങ്ങൾ കൊടുത്താൽ വലിയ ഭാഗ്യമാണ് കേട്ടോ. സാമ്പത്തികമായി കഴിവില്ല എന്നതിന്റെ പേരിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ നീ പിന്നോട്ട് പോകാൻ പാടില്ല. കണ്ണ് നിനക്കില്ല എന്നതിന്റെ പേരിൽ പോലും നീ പിന്നോട്ടായി പോകാൻ പാടില്ല. കാണുന്നില്ലേ, മദീന ശരീഫിലേക്ക് നോക്കൂ. ബദർ യുദ്ധം നടക്കുന്ന സമയം, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവൻ തെളിച്ച് ബദറിൽ കൊണ്ടുപോയി. ഒരു സ്വഹാബിയോട് പറഞ്ഞു, സ്വഹാബി ഇതാ എല്ലാരെയും തെളിച്ചിട്ട് ഈ കൊണ്ടുവരണം, നാൾ വളരെ കുറവാണ്, 313 ആളല്ലേ ഒക്കുകയുള്ളൂ, എല്ലാരെയും പിടിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ സ്വഹാബി അതാ വീടുകൂടാത്തരം കയറുകയാണ്. വോട്ട് പിടിക്കാൻ കയറുന്നത് പോലെ കയറുകയാണ്. ആ പിടിക്കാൻ പോയ ആള് പാമ്പ് കടിച്ച് വഴിയിൽ മരിച്ചുപോയി. മദീനയിൽ വന്നു. എല്ലാരും അതാ ഒരുങ്ങുന്ന സമയം ഒരു സ്വഹാബിയുടെ മൂലയിൽ കരയുന്നത്. ആരാണ് കരയുന്നത്? സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് കണ്ണുമില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു മക്തൂമാണ് കരയുന്നത്. കാരണം നടക്കാൻ കഴിയില്ല, ബദറിലേക്ക് പോകാനുള്ള ആഫിയത്തില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയോട് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം പറയുന്നു, എല്ലാവരും ബദറിലേക്ക് പോകുന്നു, എനിക്ക് പോകാൻ യാതൊരു കഴിവുമില്ല. ലാ യസ്തവീ അൽ ഖായിദൂൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യുന്ന യോദ്ധാക്കളും വൽ ഖായിദൂന, വീട്ടിലിരിക്കുന്നവരും സമമല്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് നബിയെ എനിക്ക് ആ മഹാന്മാരെ പദവി ലഭിക്കുക? മരിക്കണ്ടേ നബിയെ? അള്ളയല്ലേ എന്നെ അന്ധനാക്കിയത്? അവരൊക്കെ സ്വർഗത്തിലെത്തുമ്പോ സാധുവായ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ആ സ്വർഗത്തിൽ താഴ്ന്ന പദവിയായി പോകുകയില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ആയത്തുമായി വരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബേജാറാവണ്ട, കണ്ണ് കാണാത്തതിന്റെ പേരിലല്ലേ പിന്നിലായി പോകുന്നത്. എന്നിട്ട് ആ അബ്ദുല്ലാഹ് മുഹമ്മദിന് ഒരു പണി കൊടുക്കുകയാണ്. എന്താണ് കൊടുത്ത പണി? മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ നീമായിരുന്നു. ആരുമില്ലാത്ത ഈ പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ഇമാമായി നിൽക്കുന്നു. ആരുണ്ട്? മൗമൂമുകൾ, കുറച്ച് കുട്ടികളുണ്ട്, പ്രായപൂർത്തിയാവാത്ത ചെറിയ മക്കൾ, അതുപോലെ ഇതുപോലെ തടസ്സമുള്ള, കാലിന് സുഖമില്ലാത്തവരും മുടന്നുള്ളവരും വിഷമിക്കുന്നവരും ആ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമാണ് ഇമാമത്ത് നിൽക്കുന്നത്. എന്തിനാണ് ഈ പണി കൊടുത്തത്? എല്ലാവർക്കും
എല്ലാരെയും പരിഗണിക്കണം. ഓരോ മരങ്ങിലുമുള്ള കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പരിഗണിച്ചുകൊള്ളണം. അവരെ വേറെയാക്കി വേർതിരിച്ച് അവരുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവർക്കും നല്ല നല്ല ഉത്തരവാദിത്തങ്ങൾ നൽകി അവരെ മുഴുവൻ വളർത്തിക്കൊണ്ടുവരണം. സഹോദരന്മാരെ സഹോദരിമാരെ, സാമ്പത്തികമായ കഴിവില്ലാത്തതിന്റെ പേരിൽ നമ്മളാരും ഒരു വിഷയത്തിൽ പിന്നോട്ട് ആകാൻ പാടില്ല. കാരണം നിനക്ക് സമ്പത്തിന്റെ കുറവേ ഉള്ളൂ, വേറെ കഴിവ് നിനക്ക് നൽകിയിട്ടുണ്ട്. ആ കഴിവിനെ പറ്റി നീ ബോധവാനാകണം. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കരുത്. നിനക്കുള്ള വേറൊരു കഴിവ് തന്നിട്ടുണ്ട്. ബിലാൽ ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതാ കണ്ടാൽ കറുത്തൊരു മനുഷ്യൻ, വളരെ കറുത്ത ആളാണല്ലോ ബിലാൽ. പക്ഷേ ആ മിഅ്റാജിന്റെ രാത്രിയിൽ خاطرت كل مقام بالإضافة إذ نوديت بالرشد مثل للمفرد العالمين وصرت معنا رسول الله صلى الله عليه وسلم ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് യാത്ര ചെയ്ത കമാ സറൽ ബദറു ഫീ ദാജിൻ മിനൽ ദുലമി സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാജിൻ മിനൽ ദുലമി. മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും ആ അഖ്സയിൽ നിന്ന് ആകാശലോകത്തേക്കും പര്യടനം ചെയ്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുണ്യാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യങ്ങളും കൽപ്പിച്ചു. അതെല്ലാം നബി പ്രാവർത്തികമാക്കിയ നേതാവാണ് ആ പുണ്യാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ സ്വഹാബത്തിന്റെ ഇടയിൽ ഓരോ സ്വഹാബിക്കും ഓരോ ഡ്യൂട്ടികൾ നൽകുന്നു, അവരത് പ്രാവർത്തികമാക്കുന്നു. പാവപ്പെട്ടവനും അതാ അവർക്കും ഓരോ ജോലികൾ നൽകുന്നു, ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു, അവരത് നിർവഹിക്കുന്നു, ഭംഗിയായി നിർവഹിക്കുന്നു. കണ്ണ് കാണാത്തവനും അതാ ചില ചുമതലകൾ നൽകുന്നു, അത് ചെയ്യുന്നു. ഓരോ മനുഷ്യനും ഓരോ കഴിവുള്ളാവ് നൽകുകയാണ്. എല്ലാ കഴിവും എല്ലാവർക്കും നൽകുകയില്ല. സാമ്പത്തികമായി കഴിയില്ല എന്നതിന്റെ പേരിൽ ഒരാളും പിന്നോട്ടായി പോകരുത്. അള്ളാഹു അവന് വേറെ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ പറ്റി അള്ളാഹു അവനോട് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കൂ സഹോദരന്മാരെ. കർത്താളാണ്, നീഗ്രോവാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയെ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ സ്വർഗ്ഗത്തിലൂടെ ഒരാളുടെ ചെരുപ്പൂട്ടിങ്ങനെ നടക്കുന്നു, ടക്ക് ടക്ക് എന്ന ശബ്ദവുമായി നടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയുകയാണ്, നബിയെ നോക്കൂ, അതാരാണ് പോകുന്നത്? നിങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട സാധുവായ ഒരു സഹാബിയാണ്. എല്ലാം കണ്ട് തിരിച്ചു വന്നു മഹ്ശറ ലോകത്തും എല്ലാ ലോകത്തും നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വന്ന് നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. തിരിച്ചു വന്നിട്ട് മദീനയിൽ ചെന്നപ്പോൾ ബിലാൽ റളിയല്ലാഹുവിനോട് നബി ചോദിക്കുന്നു, ബിലാൽ എന്നെ സ്വർഗ്ഗത്തിലുണ്ടല്ലോ, എന്താ ബിലാലേ നീ പ്രത്യേകമായി ചെയ്യുന്ന അമൽ? ബിലാൽ റളിയല്ലാഹുവിന് മറുപടി പറയുന്നു, ഏത് സമയത്ത് ഞാൻ വുളൂ ചെയ്താലും വുളൂവിന്റെ 2 റക്അത്ത് ഒരാൾ പതിവാക്കിയാൽ ആ മനുഷ്യൻ സ്വർഗ്ഗമുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. പള്ളിയിൽ കയറിയാൽ വുളൂവിന്റെ 2 റക്അത്ത് സുന്നത്താണ്. പള്ളിയായതുകൊണ്ട് തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്താണ്. ളുഹൂറിന്റെ മുമ്പായതുകൊണ്ട് ളുഹൂറിന്റെ 2 റക്അത്ത് സുന്നത്താണ്. 6 റക്അത്ത്. ഈ 6 കൂടി 2 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹു പ്രതിഫലം തരും. 2 റക്അത്ത് നിസ്കരിക്കുന്നതിനുള്ള കൂലി 6 റക്അത്തിന്. അപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ സാധുവാണ്, ഒരു കഴിവില്ല. ആ കഴിവില്ലാത്ത ബിലാലിന് അല്ലാഹു അതാ സമ്മാനം നൽകുകയാണ്. സുഹൃത്തുക്കളെ, ആരും നിരാശപ്പെടരുത്, ഒരാളും നിരാശപ്പെടരുത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് തരും. അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ ധൈര്യമുള്ള ആളാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു റവാഹ വീട്ടിലുള്ള പെണ്ണിനെ, അടിമ സ്ത്രീയെ തല്ലി. വീട്ടിലിന്റെ മേലെ
വേലക്കാരി പെണ്ണ്, വീട്ടിലെ വേലക്കാരി പെണ്ണുങ്ങളെ തല്ലണ്ട, അപകടമാണ്. വീട് അടിച്ചു വരാൻ വരുന്നൊരു പെണ്ണുണ്ട്, നമ്മളെ വീട് അവളാണ് അടിച്ചു വരാറുള്ളത്, അവളാണ് വസ്ത്രം കഴുകാറുള്ളത്. അത്തരം പെണ്ണുങ്ങളുണ്ടാകും. ആ പെണ്ണുങ്ങളോട് ദിവസത്തോക്ക് പറഞ്ഞപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തല്ലുകയാണ്. തല്ലിയപ്പോൾ പെണ്ണ് വീണ് പിടഞ്ഞു പോയി, നിലത്ത് വീണ് കിടക്കുകയാണ്. ആ വീണ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ പരാതി പറയുകയാണ്. എന്തും പരാതി പറയാൻ പറ്റിയ കോടതിയല്ലേ റസൂലുള്ളാഹിന്റെ കോടതി. പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്നെ തല്ലി. ഉമർ ബിൻ ഖത്താബിന്റെ മോഡലാണ്, ദേശീയുള്ള ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ദേശം പരിക്കനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സോഫ്റ്റാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ദേശക്കാരനാണ്, ഉമർ ബിൻ ഖത്താബിന്റെ മോഡലാണ്. തല്ലി, പെണ്ണ് വീണ്. ആ പെണ്ണിനെ പിന്നെടുക്കൽ ചെറിയ സങ്കടം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹിനെ വിളിക്കുന്നുടോ, തല്ലിയോ? എന്ത് നീ തല്ലി? അബ്ദുല്ലാഹി ഇബ്നു റവാഹ പറയുന്നു, ദേഷ്യം കൊണ്ട് തല്ലിപ്പോയതാ. എന്നാൽ എന്തുണ്ടോ പരിഹാരം? പരിഹാരം ചെയ്യണം. ഇബ്നു റവാഹ എന്താ ചെയ്യുന്നത്? നബിയേ, ഞാൻ പെണ്ണിനെ നിക്കാഹ് ചെയ്യട്ടെയോ നബിയേ? അടിമ സ്ത്രീയായ പെണ്ണിനെ ഞാൻ കെട്ടട്ടെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ആയത്തുമായി വരുന്നു, വലാമത്തും മുഅ്മിനത്തുൻ ഖൈറുൻ മിൻ മുശ്രിക്കാ. സാധുവായ അടിമ സ്ത്രീയാണെങ്കിലും ഈമാനുള്ളവളാണെങ്കിൽ അവളെ കെട്ടിക്കോ. വലിയ കഴിവും കാറുന്നൊന്നുമല്ല നോക്കേണ്ടത്. സമുദായത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്യൽ വലിയ പുണ്യമുള്ള അമലാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന 2 സഹോദരന്മാർ വരുന്നു. വന്നിട്ട് അവര് ചോദിക്കുന്നു, ഞങ്ങൾ രണ്ടാളിൽ നിന്ന് ഒരാളെ കല്യാണം ഉദ്ദേശിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരു കുട്ടിയെ കിട്ടിയാൽ വലിയ ഉപകാരമാണ്. ഓർഫണേജിൽ പഠിക്കുന്ന ബാപ്പ മരിച്ചുപോയ ഒരു കുട്ടിയെ തരുമോ? ഞങ്ങളുടനെ ആ ഓർഫണേജിന്റെ അഡ്രസ് കൊടുത്ത് ഓർഫണേജിന്റെ മാനേജറോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, SSLC കഴിഞ്ഞ +1 +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അങ്ങനെ വിവാഹത്തിന് തയ്യാറെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിന്റെ മറുപടി ലഭിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാമത്തുൻ മുഅ്മിനത്തുൻ, ഈമാനുള്ള നല്ല പെൺകുട്ടികൾ, അവർ അടിമ സ്ത്രീകളായാലും അവർ തറവാടൽപ്പം മോശമുള്ളവരായാലും ബാപ്പനായാൽ അത് മതി, വേറെ ഒന്നും നോക്കണ്ട. ഇബ്നു റവാഹ കല്യാണം ഉറപ്പിച്ചു. മദീനത്തുള്ള ആളുകൾ ഇബ്നു റവാഹയോട് പറയുന്നു, അബ്ദുല്ലാഹ് ഈ എത്ര ആളാണോ വലിയ തറവാട്ടിൽ പറഞ്ഞ നീ അടിമ സ്ത്രീയെ കെട്ടുകയാണോ? കെട്ടാൻ പറ്റിയ ഒരുപാട് മുതലാളി പെണ്ണുങ്ങളില്ലേ, വലിയ സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളിലെ കെട്ടാൻ നീ എന്തിനാണ് ഇവിടെ കെട്ടിയത്? ഇബ്നു റവാഹ ആ സമയത്ത് ഈ ആയത്ത് അവരെ ഓതിക്കേൾപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിജയത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു വെച്ചിട്ടുണ്ട്. തോട്ടക്കാരൻ വിജയിക്കാം. അവന്റെ ഡ്യൂട്ടി അവൻ നിർവഹിക്കണം. അവൻ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകരുത്. തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിയാണ്. ആ സെക്യൂരിറ്റിയായി പണിയെടുക്കുന്നവൻ ചിന്തിക്കരുത്, ഞാൻ ഇങ്ങനെ മോശം പണിയായി പോയല്ലോ. ഇല്ല, ബൈബിൾ പറഞ്ഞതുപോലെ അപ്പം വരുന്ന മാർഗമേതോ ആ മാർഗത്തിലൂടെ നിനക്ക് അപ്പം ലഭിക്കണമെങ്കിൽ നീ നല്ലത് മാത്രം പ്രവർത്തിച്ചാലേ നിന്റെ അപ്പം മുറിയാതെ വരികയുള്ളൂ. അപ്പം തരുന്ന അപ്പൻ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നീ കൃത്രിമം ചെയ്താൽ നിന്റെ അപ്പം മുറിഞ്ഞു പോകും. ആ അപ്പത്തിൽ മധുരം കുറഞ്ഞു പോകും. തോട്ടത്തിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി ഇങ്ങനെ കാവൽ നിൽക്കുമ്പോഴാണ് ആ തോട്ടത്തിന്റെ മുതലാളി, ഉമ്മമാരെ നിങ്ങൾ പലപ്പോഴും കേട്ട കഥയാണ്, ഞാൻ നിർത്തുന്നില്ല. ആ തോട്ടത്തിന്റെ മുതലാളി ആരാണ്? നൂഹ് ബിൻ മറിയം എന്നാണ് മുതലാളിയുടെ പേര്. ആ മുതലാളിയായ നൂഹ് ബിൻ മറിയം തീരുമാനിച്ചു, ഞാൻ എന്റെ തോട്ടം ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ. വലിയ തോട്ടമുള്ള മുതലാളിമാർ ഇടയ്ക്കിടെ തോട്ടം കാണാൻ പോകാറുണ്ടല്ലോ. തോട്ടം കാണാൻ പോകട്ടെ എന്ന് തീരുമാനിച്ചു. തോട്ടത്തിന്റെ സമീപത്തെത്തിയപ്പോൾ മുതലാളിക്കൊരാശ, മുന്തിരിതുന്നാനൊരാശ. ആ സെക്യൂരിറ്റിയോട് പറയുന്നു, എടോ നല്ല മധുരമുള്ള മുന്തിരി കൊണ്ടുപോകാൻ വല്ലാത്ത ദാഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ
ആ തോട്ടത്തിന്റെ ഉടമയായ മുതലാളി മുന്തിരി ചോദിച്ചപ്പോൾ തോട്ടത്തിന്റെ സെക്യൂരിറ്റിക്ക് വലിയ ആവേശമായി. മുതലാളി എപ്പോഴെങ്കിലേ വരുമ്പോഴെങ്കിലും മുന്തിരി ചോദിച്ചാൽ കൊടുക്കേണ്ട കടമയാണല്ലോ. ആ മുന്തിരി എടുക്കാൻ വേണ്ടി പാറാപ്പുകാരൻ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോയി മുന്തിരി ചെടിയിലേക്ക് കൈ നീട്ടി ഒരു കൊല പറിച്ചു കൊണ്ടുവരികയാണ്. കിതാബിൽ പറയുന്ന കഥയാണ്. ആ മുന്തിരിക്കൊലയെടുത്ത് അതാ നൂഹുബിന് പറയുമെന്ന് പറയുന്ന മുതലാളിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു ചൊടയെടുത്ത് ആ മുതലാളി തിന്നുകയാണ്. തിന്നുന്ന സമയം വല്ലാത്ത പുളി തന്നെ. ആ നൂഹുബിന് പറയുമെന്ന മുതലാളി പാറാവുകാരനോട് പറയുന്നുണ്ടോ, ഈ തോട്ടം കാവൽ നിൽക്കുന്ന നിനക്ക് പുളിയുള്ളതും മധുരമുള്ളതും ഏതാണെന്ന് തിരിച്ചറിയുകയില്ലെങ്കിൽ എനിക്ക് വേറെ പണിയാണല്ലോ. തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. നിങ്ങൾ നിവർന്നിരിക്കണം. ഞാൻ നിന്നാണ് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഇരുന്നാണ് കേൾക്കുന്നത്. അള്ളാന്റെ പൊരുത്തമുള്ള ഇൽമാണ് പറയുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ പ്രസംഗം കൊണ്ട് ഞങ്ങൾക്കുണ്ടാവണം. ഞാനും നിങ്ങളും ഇതുകൊണ്ട് നന്നാവണം. നമ്മളെ സഹോദരിമാർക്ക് തത്വ വർദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രണ്ടാമത്തെ കൊലയെടുത്തു കൊണ്ടുവന്നു. ആ കൊലയിൽ നിന്ന് ഒരെണ്ണം നിന്നുമ്പോൾ അതിനും പുളിയാണ്. മഹാനായ ആ നൂഹുബിന് മറിയം തോട്ടക്കാരനെ അതാ സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാരണം ഞാനിവിടെ ഒന്ന് വന്നിട്ട് മധുരമൊന്നൊരു മുന്തിരി തരാൻ നിനക്ക് കഴിയൂലെങ്കിൽ ഈ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അപ്പോഴാണ് ഈ പാറാവുകാരൻ കരയുന്നു, എന്നെ നിങ്ങൾ ദയവായി പിരിച്ചുവിടരുത്, എന്റെ മഹീഷത്താണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ നിങ്ങളെ ഏൽപ്പിച്ച ജോലി തോട്ടത്തിന് കാവൽ നിൽക്കലാണ്. അത് ഞാൻ ഭംഗിയായി നിർവഹിക്കാറുണ്ട്. ഇതുവരെ നിങ്ങൾ മുന്തിരി തോട്ടത്തിൽ നിന്ന് ഒരു പഴം പോലും നിങ്ങൾ ഈ പാറാവുകാരനടുത്ത് തിന്നിട്ടില്ല. ഏതാണ് മധുരമുള്ളതെന്നും ഏതാണ് കുടിക്കുന്നതെന്നും എനിക്ക് അറിയാത്തത്. അത് എന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണ്. ഒരിക്കലും തന്നെ ഞാൻ നിങ്ങളെ പഴം തിന്നാറില്ല. നിങ്ങൾ തരുന്ന ശമ്പളമല്ലാതെ വേറെ ഒന്നും എനിക്ക് ഹലാലല്ലോ. ഇതെന്ന് കേൾക്കുമ്പോൾ ആ തോട്ടത്തിന്റെ മുതലാളി ആലോചിക്കുകയാണ്, പഠിച്ചവന് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഇദ്ദേഹം എന്റെ ഉസ്താദാണല്ലോ, ഇയാൾ ഉസ്താദാക്കാൻ പറ്റിയ ആളാണല്ലോ. പണി പാറാവുകാരന്റെ പണിയാണെങ്കിലും ഞാൻ വലിയ മുതലാളിയായ ഞാൻ ഈ ആളിൽ നിന്ന് പഠിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്റെ ഭാര്യയെ ഞാനൊന്ന് പോയി കാണട്ടെ. ഭാര്യയുടെ സമീപത്തേക്ക് വരുന്നു, അവളോട് പറയുന്നു, അല്ല, നമ്മളെ മകൾക്കൊരു പുതിയാപ്പിള വേണമല്ലോ. പല അന്വേഷണവും നടത്തിയിട്ട് ഒരു പുതിയാപ്പിളയെ കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ നല്ലൊരു പുതിയാപ്പിളയെ കണ്ടുവച്ചിട്ടുണ്ട്. ഭാര്യ ചോദിച്ചു, ആരാണ്? അത് മറ്റാരുമല്ല, ക്ലാസ് 4 ജീവനക്കാരനാണ്. സ്വീപ്പർ തസ്തിക പോലെ ജോലിയാണല്ലോ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി പണിയെടുക്കുന്ന ഒരാളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഉമ്മാന്റെ മറുപടി നല്ല ഉമ്മയാണ് കേട്ടോ. പണമല്ല ആഗ്രഹിക്കേണ്ടത്, തഖ്വയാണ് ആഗ്രഹിക്കേണ്ടത്. നല്ല ഭർത്താവിനെ കൊണ്ടാണ് മക്കളെ കെട്ടിക്കേണ്ടത്. നല്ല കുട്ടികൾ നല്ല പെൺകുട്ടികൾക്കുള്ളതാണ്. നല്ല പെൺകുട്ടികൾ നല്ല കുട്ടികൾക്കാണ്. അൽ ഖബീസാതു ചീത്ത പെൺകുട്ടികൾ ചീത്ത ആൺകുട്ടികൾക്കാണ്. അതുകൊണ്ട് ആ പാറാവുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് എന്റെ മനസ്സിലുള്ള ആശ. ഭാര്യ സമ്മതിച്ചു. പ്രിയപ്പെട്ട മകളോടൊന്ന് ചോദിക്കണ്ടേ, ബാപ്പ സ്വന്തം മകൾക്ക് ഭർത്താവിനെ കണ്ടെത്തിയാൽ ആ ഭർത്താവിനോട് ചോദിക്കൽ സുന്നത്തല്ലേ ഉള്ളൂ. കാരണം ബാപ്പക്ക് അധികാരമുണ്ട്, ചെറിയ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരമുണ്ട്. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം കന്യകാചരണം നീങ്ങിയ പെണ്ണാണെങ്കിൽ അത്തരം മക്കൾക്ക് ഭർത്താവിനെ കണ്ടെത്തുമ്പോൾ ആ മക്കളോട് ചോദിക്കണം, നിനക്ക് സമ്മതമാണോ? സമ്മതമാണെന്ന് മൊഴിഞ്ഞു പറഞ്ഞാലേ 18, 19, 20 വയസ്സുള്ള മക്കൾക്ക് ഭർത്താവിനെ കണ്ടെത്തിയിട്ട് അവിടെ സമ്മതം ഉണ്ടായാലേ കെട്ടിക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം
15-16 വയസ്സേ ആയിട്ടുള്ളൂ, കന്യാധർമ്മം നീങ്ങിയിട്ടില്ല. അത്തരം പെൺകുട്ടികളുടെ ബാപ്പ ഏതെങ്കിലും ഒരു പുതിയാപ്പിളയെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുമ്പോൾ സമ്മതം ഉണ്ടാവൽ ആവശ്യമില്ല. മോളെ, നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണുന്നുണ്ട്, ആ മകളും സമ്മതിച്ചു, ആ കല്യാണം അതാ നടക്കുകയാണ്. പാറാവുകാരനെ ചോദിക്കുന്നുണ്ടോ, എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരികയാണ്. അബൂ സാലിഹാണ് കെട്ടിയാൽ പെൺകുട്ടിന്റെ പേര് ഫാത്തിമയാണ്. ആ കല്യാണം അതാ നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ കല്യാണം നടന്നു. വളരെ ഭംഗിയായി കല്യാണം നടന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞാണ് ലോകപ്രശസ്ത പണ്ഡിതനായി മാറിയ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് എന്ന് പറയുന്ന വലിയ മഹാൻ. നിങ്ങൾ ആലോചിക്കണം, മക്കത്ത് പോയപ്പോൾ മക്കാ ശരീഫിൽ ചെന്ന സമയം കഅബ ശരീഫിന്റെ പില്ലിന്റെ സമീപത്ത് ഒരാളാണ് വന്നിട്ട് ഇങ്ങനെ ദ്വാരക്കുകയാണ്. കണ്ണിങ്ങനെ വെള്ളമരിക്കുന്നുണ്ട്, വല്ലാതെ വെള്ളമരിക്കുന്നു, കരയുന്നു. ആ കരഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി കരഞ്ഞ് കുറെ കരഞ്ഞിട്ട് പിന്നെ സന്തോഷിച്ച് ചിരിക്കുകയാണ്. കറുത്ത കളറാണ്, മെലിഞ്ഞ മനുഷ്യനാണ്. ആ മനുഷ്യനാരാണെന്ന് അറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് അദ്ദേഹത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നു. നിങ്ങൾ ഏതാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ഒരു മറുപടിയും കിട്ടുന്നില്ല. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊല്ലം മക്കത്ത് മഴയില്ല, മിനയിൽ മഴയില്ല, അറബയിൽ മഴയില്ല, ശക്തമായ ചൂടാണ്. ചൂടിന്റെ കാഠിന്യം കൊണ്ട് ഹാജിമാര് മുഴുവനും എരിവരി കൊള്ളുമ്പോൾ ആരോ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന്റെ മക്കത്തെ ഹജ്ജിന് വന്നിട്ട് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ നമ്മളെ മഴ കിട്ടാനുള്ള കാരണമാണ്. മെല്ലെ ചെന്ന് ഇബ്നു മുബാറക്കിനോട് ജനങ്ങൾ സങ്കടം പറയുന്നു, മഴയില്ല. അല്ലാഹുമ്മ അസ്ദിൽ ഗൈസ വൻസുർ റഹ്മത വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. മഴ കിട്ടാൻ വേണ്ടി ഇബ്നു മുബാറക് ദ്വാരക്കുന്നു. മഴ പെയ്തില്ല, മഴ പെയ്തില്ല. അറഫയിൽ വെച്ച് വേർന്നിട്ട് മഴ പെയ്തില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് വേദാറായി. ആ മാനവர்கள் ജനങ്ങളോട് പറയുന്നു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട, നമുക്ക് മഴ കിട്ടാനുള്ള പരിഹാരമുണ്ട്. ആ കഅബ ശരീഫിന്റെ സമീപത്തിൽ ഇന്നലെ ഞാനൊരു മനുഷ്യനെ കണ്ടിരുന്നു. അയാളുടെ സമീപത്ത് ഞാനൊന്ന് പോയി നോക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് ആ മനുഷ്യനെ ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വേർക്കണം. അയാൾ വേർന്ന് മഴ കിട്ടി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹജ്ജ് കഴിഞ്ഞ്, ഉംറ കഴിഞ്ഞ്, സിയാറത്ത് കഴിഞ്ഞ്, വിലായിന്റെ തവാഫ് കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്ന സമയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് അതാ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നില്ല. എന്താണ് അയാളുടെ പരിപാടി എന്നറിയാമോ? ആ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് മഴ കിട്ടിയ, മഴ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയ ആ നീഗ്രോ വർഗത്തിൽപ്പെട്ട മനുഷ്യനെ എനിക്കൊന്ന് കിട്ടണമെന്ന് മനസ്സിലാക്കി ആ മദീനയിലും മക്കയിലും മുഴുവനും തെരഞ്ഞു അവസാനം പിടിച്ചു. ഒരു അടിമയാണ്. ആ അടിമവർഗത്തിൽപ്പെട്ട ആ മെലിഞ്ഞൊട്ടിയ മനുഷ്യനെ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുബാറക് അതാ വില കൊടുത്തു വാങ്ങുകയാണ്. വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മഹാന്മാരോട് വലിയ സ്നേഹമുള്ള അബ്ദുൽ മുബാറക് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഉണ്ടായത് ഒരു പാറാവുകാരന്റെ മകനാണ് കേട്ടോ. ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളും, നമ്മളെ വാപ്പമാർ, നമ്മളെ വലിയ ഉപ്പമാർ, അതിന്റെ ഉപ്പമാർ ഒരു കാലഘട്ടത്തിൽ വളരെ താഴ്ന്ന പണിയെടുത്തവരായിരിക്കാം. അവരേതോ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ ഫലമായി, ആ റബ്ബ് ദുആക്ക് ഉത്തരം ചെയ്തതിന്റെ ഫലമായി ഒരു പക്ഷേ നമ്മൾ നന്നായി, അല്ലെങ്കിൽ നമ്മളെ വാപ്പമാര് നന്നായി, അല്ലെങ്കിൽ എന്റെ വലിയ ഉപ്പമാര് നന്നായി. ഒരാളും വിഷമിക്കുന്ന സമയത്ത് മനസ്സിൽ വേദാറ് തോന്നരുത്. അല്ലാഹു വലിയവനാണ്. എന്തെങ്കിലും ഒന്ന് കാണാതെ റബ്ബൊരു മനുഷ്യനെയും പടക്കുകയില്ല. ഏകലിലേക്കൊന്ന് നടന്നു നോക്ക്, അവിടുന്ന് പുനൂരിലേക്കൊന്ന് ചെന്ന് നോക്ക്. റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്ന വീടുകൾ, വലിയ വലിയ സൗധങ്ങൾ, വലിയ വലിയ കൊത്തളങ്ങൾ, വലിയ ഷോപ്പിംഗ് സെന്ററുകൾ. ആ ഷോപ്പിംഗ് സെന്ററിന്റെ മുതലാളിയാരാണെന്ന് അന്വേഷിച്ചു നോക്ക്. 50 കൊല്ലം മുമ്പ് നാട്ടിൽ തീന്റെ ചുവടുമായി പോയ മനുഷ്യന്റെ മകനാണ്, അല്ലെങ്കിൽ മകന്റെ മകനാണ് കാറിലങ്ങോട്ട് പോയത്. അതിന്റെ ഇപ്പുറത്തെ വീട്ടിൽ അതാ ഒരു മനുഷ്യൻ, സുബ്ഹാനല്ലാഹ്, കൂറിപ്പറഞ്ഞ മരിയനോട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ആ റോഡിന്റെ സൈഡിൽ വീടിയും വലിച്ച്
കഞ്ചാവ് കഴിച്ച് കുത്തിരിക്കുന്ന ഒരാളെ കാണുന്നുണ്ടോ? അതാരാണ് സഹോദരി? കഴിഞ്ഞ 50 കൊല്ലം മുമ്പ് വലിയ മുതലാളിയായിരുന്നു. സാലിഹീങ്ങളെ തള്ളിപ്പറഞ്ഞ് നാരികളെ കളിയാക്കി അന്നത്തെ പത്രാസിന്റെ ആളാണ്. അള്ളാഹ് അവരോടുത്ത സമ്മാനമാണ്. അവന്റെ മക്കൾ മുഴുവനും ഇന്ന് അധോഗതിയിലാണ്. അപ്പൊ ചുമതലകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ സമ്പന്നരും എന്ന വ്യത്യാസമില്ല, പാവപ്പെട്ടവരെന്ന വ്യത്യാസമില്ല, സെക്യൂരിറ്റിക്കാരെന്ന വ്യത്യാസമില്ല. സുന്ദരന്മാരായ ആളുകളുണ്ടല്ലോ, അവര് പലപ്പോഴും പല പരിപാടിക്കും അവര് ലഭിക്കുകയില്ല, നല്ല വിഷയങ്ങൾക്ക് അവരെ കിട്ടുകയില്ല. അതിന്റെ മജ്‌ലിസിൽ തീരുന്നവരെ എനിക്ക് ആരാണറിയോ? വല്ലാണ്ട് കഷ്ടപ്പെടുന്നവരും വിസ കിട്ടാത്തവരും പാസ്പോർട്ട് കൊടുത്തിട്ട് പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടവരും വെച്ചതിന്റെ പേരിൽ വിഷമിക്കുന്നവരും അവരാ വാഴുന്ന അവസാനം വരെ ഒരു ബേജാറില്ലാത്ത ഒരൊറ്റ മനുഷ്യനെയും വാഴുന്ന മജ്‌ലിസിൽ ബേജാറില്ലാത്തവരെ കാണുന്നില്ല. ഓ സുന്ദരനായ മനുഷ്യ, പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട പെണ്ണെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ നിന്റെ മുഖം. നിന്റെ ജേഷ്ഠത്തിന്റെ ഭാര്യയും നിന്റെ ജേഷ്ഠന്റെ ഭാര്യയും നീയും കൂടെ കല്യാണത്തിന് പോകുമ്പോ ആദ്യം നീ നോക്കാറുള്ളത് ജേഷ്ഠന്റെ ഭാര്യയുടെ മുഖത്തേക്കാണ്. അവളെ പോലെ ഭംഗിയില്ലെങ്കിൽ അവളെ തോളിൽ കൈവെക്കാൻ നിനക്ക് മടിയല്ലേ? നിനക്ക് കൂടുതൽ ഭംഗിയുള്ളവളാണെങ്കിൽ ഭംഗിയില്ലാത്തവരോടൊപ്പം നടക്കാൻ നിനക്ക് മടിയല്ലേ? ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിനക്ക് ഭംഗി നൽകിയത് അല്ലാഹുവാണ്. നിന്റെ നേട്ടന്റെ ഭാര്യയ്ക്ക് ഭംഗി കൊടുക്കാത്തതും അല്ലാഹു തന്നെ. ആ ഭംഗി കൂടുതൽ കിട്ടിയതിന്റെ പേരിൽ ഒരു പവറടിക്കാനുള്ള ശ്രമമാരും നടത്തണ്ട. മറിച്ച് ഭംഗി നൽകിയ റബ്ബ് ആ ഭംഗി എടുത്ത് കളയാൻ അവന് യാതൊരു വിഷമവുമില്ല. നിങ്ങൾ കാണുന്നില്ലേ, അതാ പോകുന്നതാരാണ്? ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതാരാണ്? സഹോദരിമാര് മനസ്സിലാക്കണം, ആ കുതിരപ്പുറത്ത് വളരെ ഉഷാറോടുകൂടി വളരെ ആവേശത്തോടുകൂടി ആ കുതിരപ്പുറത്ത് നല്ല ധൈര്യത്തോടുകൂടി സഞ്ചരിക്കുന്ന ആളാരാണ്? എന്തൊരു പത്രാസുര വസ്ത്രമാണ് ധരിച്ചത്, നല്ല കുപ്പായവും നല്ല ഉഷാറുള്ള യുവാവ്. സുബ്ഹാനല്ലാഹ്, ഏത് മനുഷ്യരും നോക്കിപ്പോകുന്ന വലിയ ഭംഗിയോടുകൂടി കുതിരപ്പുറത്ത് അതാ മിസ്റിന്റെ തലസ്ഥാനമായ കൈറോ പട്ടണത്തിലൂടെ ഒരു മനുഷ്യനാ കടന്നു പോകുന്നു. ആ പോകുന്ന സമയം കൈറോ പട്ടണത്തിന്റെ തെരുവീതിയിൽ ഓച്ചാലിന്റെ സമീപത്ത് ഒരു ഭിക്ഷാപാത്രവുമായി ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന പെണ്ണിനെ ഈ ചെറുപ്പക്കാരൻ കാണുകയാണ്. കാണുമ്പോൾ ആ യുവാവിന് മനസ്സിലായില്ല ഇരിക്കുന്ന പെണ്ണാരാണെന്ന് മനസ്സിലായില്ല. ആ പെണ്ണ് ആ യുവാവ് കണ്ടിരിക്കുന്ന കുതിരയെ കൈകാണിച്ച് നിർത്തുകയാണ്. കുതിരയെ അവിടെ നിർത്തുന്നു. ആ പെണ്ണ് ആ യുവാവിനോട് ചോദിക്കുന്നു, അല്ല മോനെ, ഈ വയസ്സായ കിഴവിയെ അറിയോ? സുബ്ഹാനല്ലാഹ്, ആ യുവാവ് പറയുന്നു, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലല്ലോ. ആ സമയത്ത് പെണ്ണ് പറയുന്നു, എങ്ങനെയാണ് നീ എന്നെ മറന്നു കളയുക? നീ കുട്ടിയായിരുന്ന സമയം, നീ ചെറിയ കുട്ടിയായിരുന്ന സമയം എന്നെ എത്രയോ കുറിപ്പിച്ച കൈയാണല്ലോ എന്റെ കൈ. എന്നെ നീ എങ്ങനെ മറക്കും മോനെ? എന്റെ മുടി എത്രയോ ഞാൻ ചെയ്യി തന്നിട്ടുണ്ട്. നീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നിനക്ക് ഞാൻ വസ്ത്രം കഴുകി പൊതുപ്പിച്ച് തന്നിട്ടുണ്ട്. നിന്നെ അതാ ഒരു മരുഭൂമിയിൽ നിന്ന് എന്റെ ഭർത്താവ് വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ ഏൽപ്പിച്ചപ്പോൾ 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചത് ഞാനായിരുന്നു. നിന്നെ ഞാനാണ് വളർത്തിയത്. തേനും പാലും തന്ന് നിന്നെ വളർത്തിയത് ഞാനായിരുന്നു. പിന്നെ എങ്ങനെ നീ എന്നെ മറക്കും? ആ സഹോദരി തന്നെ കഥയെങ്കിൽ വിവരിച്ചപ്പോൾ ആ യുവാവിന് കാര്യം മനസ്സിലായി. അതാരാണ്? സുബ്ഹാനല്ലാഹ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തൽവീൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത്. ആ പെണ്ണാവട്ടെ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ വെച്ച് ശല്യപ്പെടുത്താൻ ശ്രമിച്ച സുലൈഖ എന്ന സഹോദരിയാണ്. ആ സഹോദരി ഇപ്പോൾ പ്രായം ചെന്ന് ജീവിക്കുവാൻ ഗതിയില്ലാതെ, നടക്കാൻ ആഫിയത്തില്ലാതെ
ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാതെ ചെറിയൊരു പാത്രവുമായി ഭിക്ഷ യാചിച്ചുകൊണ്ട് അതാ കൈറോ പട്ടണത്തിന്റെ നടുവിൽ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ആരാണ്? സഹോദരന്മാരെ മനസ്സിലാക്കണം, ഒരു വ്യഭിചാരത്തിന് വേണ്ടി പെണ്ണ് ക്ഷണിച്ചപ്പോൾ ഞാൻ എന്റെ കൂടെ വ്യഭിചാരത്തിന് വരില്ല, ഞാൻ എന്റെ കൂടെ വരില്ല. ഏതൊരു ശരീരത്തിനുമുള്ള ഒരു രോഗമാണ്, ലൈംഗികമായ താല്പര്യത്തിന് വഴിപ്പെട്ടു പോകും. ഒരു പെണ്ണിനെ സുന്ദരിയായ പെണ്ണിനെ കണ്ടാൽ ആ പെണ്ണ് മനസ്സൊന്ന് കെട്ടിമറയാനുള്ള ആഗ്രഹം പുരുഷനുണ്ട്. ഒരു സുന്ദരനായ യുവാവിനെ കണ്ടാൽ ആ യുവാവിനൊക്കെ ബന്ധപ്പെടാൻ പെണ്ണിന് ആഗ്രഹമുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പറയുന്നു, എല്ലാ നഫ്സിന്റെയും സ്വഭാവം ഇതാണെങ്കിലും റബ്ബേ, നീ എന്നെ കാത്തു, നീ എന്നെ സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് ആ പെണ്ണുമായി ബന്ധപ്പെട്ടു പോകുമായിരുന്നു. എന്റെ റബ്ബ് വളരെ വലിയവൻ തന്നെ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കഥകൾ മുഴുവൻ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ജഅല അബീദ മുലൂകൻ ബിതാഅതിഹിം, അൽഹംദുലില്ലാഹില്ലദീ ജഅല അബീദ മുലൂകൻ ബിതാഅതിഹിം. അടിമകളായി കഴിയുന്ന ആളുകൾ റബ്ബിന് വഴിപ്പെട്ട് ജീവിച്ചാൽ അവരെ രാജാക്കളാക്കും. അപ്പോഴാണ് പെണ്ണ് പറയുന്നു, സുബ്ഹാനല്ലദീ ജഅല മുലൂക അബീദൻ ബിസിയാരിഹിം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ആസ്വദിക്കുകയും രാജാവായി രാജ്ഞിയായി ജീവിക്കുന്ന സമയത്ത് ഹറാമായ വ്യഭിചാരം പോലെയുള്ള പ്രവർത്തനങ്ങൾ, മദ്യപാനം പോലെയുള്ള തെറ്റുകൾ ചെയ്താൽ ആ മനുഷ്യനെ അവ ഏർപ്പാടിയാക്കി മാറ്റും. ഈ രണ്ട് രംഗങ്ങൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ രംഗങ്ങൾ, സുലൈഖയുടെ രംഗങ്ങൾ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിവരിക്കുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ആളെ മനസ്സിലായപ്പോൾ മെല്ലെ അവിടുന്ന് മാറുകയാണ്, കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കൊട്ടാരത്തിൽ യൂസുഫ് നബിയെ കാത്തു നിൽക്കുന്നതാരാണ്? പോലീസുകാരുണ്ട്, മന്ത്രിമാരുണ്ട്, ജേട്ടന്മാര് മുഴുവനും വന്നിട്ടുണ്ട്. ആ ജേട്ടന്മാരെ മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാം കൂട്ടിപ്പിടിച്ചു. മന്ത്രിമാരോട് പറയുന്നു, കൈറോ പട്ടണത്തിൽ അതാ ഒരു പെണ്ണുണ്ട്, പ്രധാനപ്പെട്ട ഒരു പെണ്ണാണ്, ഞാനുമായിട്ട് വളരെ ബന്ധമുള്ള പെണ്ണാണ്. പഴയകാല വളരെ മോശമാണെങ്കിലും പശ്ചാത്താപ ബോധമുള്ള പെണ്ണാണ്. ആ പെണ്ണിന് എന്തെങ്കിലും പണമാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ എത്തിച്ചു കൊടുക്കണം, ഉത്തരവാണ്. പോലീസുകാർ അതാ വാഹനവുമായി പെണ്ണിന്റെ സമീപത്തിൽ എല്ലുന്നു, ഉത്തരവ് കൈമാറുന്നു. ഉമ്മാ, നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, രാജാവ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ രാജ്ഞിയാണ് ഈ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഖുർആനാണ് പഠിപ്പിച്ചു തരുന്നത്. ഒരു നോവൽ പോലെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിന്റെ അകമ്പടിക്ക് ഖുർആൻ വേണം. ഖുർആൻ ഉപയോഗം സമയമില്ല, പിന്നെ എനിക്ക് ഖുർആൻ കാണാതെ അറിയുകയുമില്ല. ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അതുമായി ബന്ധപ്പെടാനും നമുക്ക് നമ്മുടെ മക്കൾക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, വന്ന് കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ല, ഭർത്താവുണ്ടോ? രാജ്ഞിയാം ആ സുലൈഖ പറയുന്നു, ഭർത്താവൊക്കെ ഏതോ കാലത്തും മരിച്ചു പോയല്ലോ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി ചോദിക്കുന്നു, എന്നാൽ നിങ്ങളെ ഞാനിന്ന് കല്യാണം കഴിക്കട്ടെ, എന്താണ് അഭിപ്രായം? ആ പെണ്ണ് അത്ഭുതത്തോടെ പറയുന്നു, എന്താണ് കേൾക്കുന്നത്? ഈ വയസ്സായ സമയം വിരൂപിയായ എന്നെ, ഈ യാചകയായി നടക്കുന്ന എന്നെ രാജാവാകുന്ന നിങ്ങൾ കല്യാണം കഴിക്കുകയോ? ആ കല്യാണം നടക്കുന്നു. ആ കല്യാണം കൊട്ടാരത്തിൽ നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചാൽ ആ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ വലിയ വിജയങ്ങൾ. സൗന്ദര്യമുള്ളവർ അവരുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോകണ്ട. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സഹോദരന്മാർ
സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വലിയ വലിയ ഗുണം ഒരാൾക്ക് കിട്ടിയാൽ ആ കിട്ടിയതിന്റെ നന്ദി അവര് പാലിക്കണം. വലിയ ശമ്പളമുള്ളവർ, വലിയ ജോലിയുള്ളവർ, കുറെ മക്കൾ ഗൾഫിലുള്ളവർ, വലിയ വീടുണ്ടാക്കി താമസിക്കുന്നവർ, ഓരോരുത്തരുടെയും നിയമത്തിന്റെ തോതനുസരിച്ച് അവരിങ്ങനെ കൂടുതൽ കൂടുതൽ അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരായി മാറണം. കഅബ ശരീഫ് പണിതു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലിയ പവറല്ലേ കിട്ടിയത്. ആ വലിയ പവർ കിട്ടി ഇബ്രാഹിം നബിന്റെ പണി കണ്ടോ? വലിയ ചെമ്പിലാണ് ഭക്ഷണം പാചകം ചെയ്യൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിന്റെ വീട്ടിൽ വലിയ പാത്രത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുക. നിങ്ങളുടെ വീട് എവിടെയാണ്? വീടെവിടെയാണെന്ന് ചോദിക്കാനുള്ള കാരണം, ഞാൻ നിങ്ങളെ കൂടെ പോരട്ടെ എന്നാണ് ചോദിച്ചത്. ആ പാവപ്പെട്ട മുഅദ്ദിൻ സ്വന്തം വീട്ടിൽ തന്നെ ഭക്ഷണം, സ്വന്തം ഭക്ഷണം തന്നെ ബേജാറാണ്. പക്ഷേ ആ മനുഷ്യനെ മെല്ലെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. മുമ്പ് പോയ എഞ്ചിനീയർ ഈ മിസ്കീനെ കൊണ്ടുപോയില്ല, ഡോക്ടറും കൊണ്ടുപോയില്ല, വക്കീലും കൊണ്ടുപോയില്ല, കമ്മിറ്റിന്റെ പ്രസിഡന്റ് ഡിഒ ആണ്, റിട്ടയർഡ് ഡിഒ ആണ്, അയാളും കൊണ്ടുപോയില്ല. അവസാനം കൊണ്ടുപോയത് മുഅദ്ദിനാണ്. ആ മുഅദ്ദിനതാ വീട്ടിലേക്ക് കൊണ്ടുചെന്നപ്പോ മുഅദ്ദിന് നല്ലൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയെ പറയുന്നു, അൽഹംദുലില്ലാഹ്, ഒരതിഥിയെ കൊണ്ടുവന്നല്ലോ, വളരെ സന്തോഷായി. ഇന്നലെ രാത്രി കുറച്ച് ഇറച്ചി ഒരാൾ തന്നിരുന്നു, ഞാനത് വരട്ടി വെച്ചിട്ടുണ്ട്, അതിൽ നിന്നൊരു പങ്ക് അയാൾക്ക് നൽകാമെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് പപ്പടവും പൊരിച്ചെടുത്ത് നൽകുകയാണ്. ഇത് ഇബ്രാഹിം നബിന്റെ മാതൃകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിൽ നിന്നൊരു പങ്ക് ഒരു വിരുന്നുകാരന് കൊടുക്കാത്ത ദിവസമില്ല. ഒരു വിരുന്നുകാരനെയും കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ആ വിരുന്നുകാരനെ കണ്ടു കിട്ടിയതിനു ശേഷമല്ലാതെ ആഹാരം കഴിക്കൂല. അങ്ങനെ ജീവിച്ച കാരണം കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പടച്ചോൻ കൊടുത്ത പൊരുത്തം നോക്ക്. എന്തൊരു സമ്മാനമാണ് സഹോദരന്മാരെ, സഹോദരിമാരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിം നബിക്ക് വേണ്ടി ദ്വാരക്കാത്തവരാണ് ഒരു പെണ്ണില്ല. മാത്രമല്ല ഇബ്രാഹിം നബിന്റെ വഫാത്തിന്റെ സമയത്തും വിരുന്നുകാരെ സൽക്കരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബിന്റെ മരണം ഉണ്ടായത്. ഇബ്രാഹിം നബിന്റെ വഫാത്തുണ്ടായത് എപ്പോഴാണ്? 20ാമത്തെ വയസ്സിലാണ് വഫാത്തുണ്ടായത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരുന്നുകാരനെ കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴും ഒരാൾ വരുന്ന ആൾ കണ്ടവൻ വളരെ സന്തോഷമായി വിളിച്ചുകൊണ്ടുവന്നു. ഇബ്രാഹിം നബിന്റെ ഭക്ഷണത്തിന്റെ സുപ്രിയാണ് വന്ന് ഇരുത്തി. രണ്ടാളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വിരുന്നുകാരനും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം ഇബ്രാഹിം നബി ബിസ്മില്ലാഹി വായിലിടുമ്പോൾ ആ വായിലിടുന്ന ഭക്ഷണം വയറ്റിലേക്ക് പോകുന്നതിന് പകരം ആ ഭക്ഷണം പുറത്തേക്ക് ഒലിക്കുകയാണ്. ഉള്ളിലേക്കാണല്ലോ ഭക്ഷണം പോകേണ്ടത്, വയറ്റിലേക്കാണല്ലോ പോകേണ്ടത്. ആ ഭക്ഷണം പുറത്തേക്ക് ഇങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്ത് ആ വിരുന്നുകാരനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ല സഹോദര, എല്ലാ ദിവസവും ആഹാരം കഴിക്കുമ്പോൾ ആഹാരം വയറ്റിലേക്കാണ് പോകാറുള്ളത്, ഇന്നെന്റെ ഭക്ഷണം അകത്തേക്ക് പോകുന്നില്ല, പുറത്തേക്കാണ് പോകുന്നത്, എന്ത് സംഭവിച്ചു? ആ വിരുന്നുകാരൻ ആ സമയത്ത് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് വയസ്സെത്രയായി? ഇബ്രാഹിം നബി വയസ്സെന്ന് പറഞ്ഞപ്പോൾ ആ വിരുന്നുകാരൻ പറയുന്നു, നിങ്ങൾക്കും മരിക്കണ്ടയോ, പോകണ്ടയോ ഇബ്രാഹിം നബിയെ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇത് ആരുടെയും ശാശ്വതമായ ഭൂമിയല്ല. ഈ കളിയൊന്നും കളിയല്ല. മരണം എന്നൊരു കളിയുണ്ട്, ഖബർ എന്നൊരു കളിയുണ്ട്, മഹ്ശർ എന്നൊരു കളിയുണ്ട്. അങ്ങനെ കളികൾ പലതുണ്ട് എന്ന് പറഞ്ഞതുപോലെ ധാരാളം രംഗങ്ങൾ മനുഷ്യരെ നേരിടാറുണ്ട്.
ഈ ഭൗതിക ജീവിതത്തിൽ അതാ ഇറാഖിൽ ജനിച്ചു, പലസ്തീനിൽ ജീവിച്ചു, അവസാനം മക്കത്തുൽ മുക്കറമയിൽ അതാ കഅബയുടെ പുനർനിർമ്മാണം നടത്തി. നല്ല 2 മക്കളെ കിട്ടി. ഒന്ന് ഇസ്മായിലാണ്, ഒന്ന് ഇസ്ഹാഖാണ്. നല്ല സന്തോഷമുള്ള ജീവിതം നയിച്ചു, വളരെ ആയത്തോടുകൂടി ജീവിച്ചു. ലോകത്തിന് മുഴുവനും ഉപകാരമുള്ളൊരു നല്ല നബിയെ ആ സൗദി അറേബ്യയിൽ ഉണ്ടായി കിട്ടാൻ വേണ്ട റബ്ബിനോട് ദുആയിരുന്നു. ഇതെല്ലാം ദേവകളും എല്ലാ നന്മകളും ചെയ്ത നിങ്ങൾക്ക് ലോകത്തോട് വിട പറയാൻ സമയമായിട്ടുണ്ട് എന്നെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? വന്നാൾ പറയുന്നു, ഞാൻ മറ്റാരുമല്ല, ഏതൊരു മനുഷ്യന്റെയും ആത്മാവ് പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ലൗഹുൽ മഹ്ഫൂസ് എന്ന വലകയിൽ ഞാൻ ഇങ്ങനെ നോക്കും. അവിടെ നോക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഭൂമി പിടിക്കാൻ സമയമായാൽ അവന്റെ പേരാ ലിസ്റ്റിൽ വരും. ഇന്നലെ നിങ്ങളെ പേര് കണ്ടു, നിങ്ങളിൽ തെരഞ്ഞു വന്നതാണ്. മലക്കുൽ മൗത്തി അല്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ആ സുപ്രയിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ റൂഹ് അതാ മലക്കുൽ മൗത്ത് പിടിക്കുന്നു. എത്രയോ നിഅമത്ത് റബ്ബ് ചെയ്തതിന് സമ്മാനമായി പകരമായി ഇബ്രാഹിം നബിയുടെ സേവനം. പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കലാണ്. വിരുന്നുകാരോട് വലിയ കൃപയാണ്, ഖാദിമീങ്ങളോട് വലിയ കൃപയാണ്, ഇൽമിന്റെ അയൽക്കാരോട് വലിയ കൃപയാണ്. സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ പുതിയാപ്പിളക്ക് ആഹാരം കൊടുക്കുമ്പോൾ നല്ല നിയ്യത്തോടുകൂടി കൊടുത്താൽ, നിസ്കരിക്കുന്ന പുതിയാപ്പിളയാണെങ്കിൽ റബ്ബിൽ നിന്ന് കൂലി ലഭിക്കും. നിങ്ങൾ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ നിസ്കാരവും നോക്കുമുള്ള ഭർത്താവാണെങ്കിൽ 2 കൂലി അവർ നിങ്ങൾക്ക് തരും. ഒന്ന് ഭർത്താവിന് കൊടുത്ത കൂലി, മറ്റൊന്ന് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തുള്ള മനുഷ്യന് കൊടുത്ത പ്രതിഫലം. അങ്ങനെ ഏത് സമയത്തും അല്ലാഹുവിന്റെ നിഅമത്തിന് പകരമായി ധാരാളമായി നമ്മളിങ്ങനെ ശുക്റുള്ളവരായി മാറണം. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരിമാരെ? അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് മരണപ്പെടുന്ന സമയം അദ്ദേഹം മരിക്കുന്നത് എവിടെയാണ്? കൂഫയിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനായ മുഹമ്മദ് ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ അലക്സാണ്ട്രിയ പട്ടണത്തിൽ നിൽക്കുമ്പോഴാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മരണവിവരം അറിയുന്നത്. ആ അറിഞ്ഞ ഉടനെ തന്നെ മുഹമ്മദ് ഇബ്നു ഹുസൈൻ ആലോചിക്കുകയാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനും എന്റെ കൂട്ടുകാരനുമായ അഹ്മദ് ഇബ്നു ഹംബൽ മരിച്ച സമയം എനിക്ക് നാട്ടിലുണ്ടാകാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലിന് വേണ്ടി ഞാനൊരു ഫാത്തിഹ ഓതട്ടെ എന്ന് ചിന്തിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം, മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി ഖുർആൻ ഓതണം, ഉമ്മക്ക് വേണ്ടി ഖുർആൻ ഓതണം, മരിച്ചുപോയ ഉസ്താദിന് വേണ്ടി ഖുർആൻ ഓതണം. നമ്മളെ ഈ പരിപാടികളെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ബഹുമാനപ്പെട്ട മഹാൻ, അവർക്ക് അല്ലാഹു തആല ആഖിറത്തിലെ പദവി ഉയർത്തി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ആരും പറഞ്ഞിട്ടല്ല, ദിവസവും ഫാത്തിഹ ഓതുന്ന നിരവധി ആളുകളുണ്ട്. അവരെ മക്കൾ പോലും ഓതാത്തത്, പല കുട്ടികളും കുടുംബത്തിൽ പെടാത്തവരും ഓതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മരിച്ചുപോയ ആളുകൾ ആരും മറന്നുപോകരുത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹുസൈമ അഹ്മദ് ബിൻ ഹംബലിന് വേണ്ടി ഖുർആൻ ഓതുന്നു. രാത്രിയിൽ സ്വപ്നം കാണുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് ബിൻ ഹുസൈമ സ്വപ്നം കാണുന്നു. അല്ലയോ ഉസ്താദേ, വലിയ സന്തോഷം. എന്താണ് നിങ്ങളെ കാലിന്മേൽ കാണുന്നത്? കാലിന്മേൽ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ വലിയ
Marcus Contacts Oracle 40495-272-3439. Mobile 94478-45627.